സോ ഗൈസ്, ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിലെ ഏറ്റവും വലിയ സ്കാം എന്താ പറയുക, ഗുരൂസിന്റെ. നിങ്ങൾക്ക് 2000 രൂപ, 3000 രൂപ, 4000 രൂപ, 5000 രൂപ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പ് മറ്റേ ആഡ്സ് വഴി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി ഇറ്റ്സ് പോസിബിൾ. ബട്ട് നിങ്ങൾക്ക് 2 ചിങ് ഉള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് കൂൾ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് നിങ്ങളുടെ എയിം എന്താ? പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ബിസിനസ്സാണ്. സോ നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി വൈസിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം, നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ടാർഗറ്റ്. സോ അതിന് നിങ്ങൾക്ക് ഈ 2000, 3000, 5000 ഒന്നും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. സോ ഒരുപാട് പേര് എന്നോട് ഒന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ബ്രോ 2000 രൂപ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടെന്നൊക്കെ. സോ ഞാൻ അപ്പോൾ തന്നെ നോ അടിക്കും. കാരണം 2000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കില്ല. കാരണം 2000 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് ഡെയിലി ബഡ്ജറ്റിലേക്ക് പോലും നിങ്ങൾക്ക് തികയുന്നില്ല ആക്ച്വലി. സോ എങ്ങനെയാണ് അത് എമൗണ്ട് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആവുന്നത്, എങ്ങനെയാണ് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ആവുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. സോ ഈ ഒരു ഡാറ്റ എന്നുള്ളത് ഞാൻ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിലെ യൂട്യൂബ് വീഡിയോസിൽ ഒറ്റ ഒരാളതിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ ഒരു വീഡിയോ എക്സ്പോസ് ചെയ്യാൻ ആൾക്കാർക്ക് മടിയാണ്, അതായത് ഗുരൂസിന് മടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എക്സ്പോസ് ചെയ്യാൻ. കാരണം ആൾക്കാർ കിട്ടില്ല. ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് കയറില്ല. കാരണം ഇതിപ്പം മറ്റേ ആഡ്സിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം നിങ്ങൾക്ക് ഈ മറ്റേ ആഡ്സിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് വേണം ഈ ഒരു ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത്. സോ നിങ്ങൾ ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് എടുക്കുകയാണെങ്കിലോ മെന്റർഷിപ്പ് എടുക്കുകയാണെങ്കിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അവരെ കോഴ്സിലും ചേർന്നിട്ട് കാര്യമില്ല, അവരുടെ മെന്റർഷിപ്പിൽ ചേർന്നിട്ട് കാര്യമില്ല. അതർവൈസ് നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ഇല്ല, ബട്ട് നിങ്ങൾ അവരുടെ കോഴ്സിലും ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് കയ്യിൽ ബഡ്ജറ്റ് വേണം. അവർ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് വേണം. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ഏതെങ്കിലും കോഴ്സ് എടുത്തതിനെ കൊണ്ടോ വെറുതെ ഏതെങ്കിലും മെന്റർഷിപ്പ് എടുത്തതിനോട് കാര്യമില്ല. നിങ്ങൾ ഇതിന്റെ ബാക്ക് എൻഡ് ഡാറ്റയും കൂടി മനസ്സിലാക്കണം. സോ ഈ വീഡിയോ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് വീഡിയോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാഞ്ഞത്. സൗണ്ട് ഇപ്പോൾ റെഡി ആയി വരുന്നുള്ളൂ. സോ ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു ഇന്റർഫേസ് ഉണ്ടല്ലേ, ഈ ഒരു ഇന്റർഫേസ് ഇവിടെ ബഡ്ജറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എങ്ങനെയാണ് ഇതിന് ഡാറ്റ വരുന്നതാണ്. അതായത് നിങ്ങളോടൊപ്പം ഒരാൾ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് 2000 രൂപയാണ് നിങ്ങളുടെ കപ്പാസിറ്റി. സോ എനിക്കിപ്പോൾ 2000 രൂപ കപ്പാസിറ്റി ഉണ്ട്, 2000 രൂപ മാത്രമേ അക്കൗണ്ടിലുള്ളൂ. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ, എനിക്ക് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അല്ല, എൻ്റെ ഒരു തോട്ട് എന്താ, ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യും, 2000 രൂപ നേരെ മറ്റേ ആഡ്സിലേക്ക് ബേൺ ചെയ്യും. അല്ലെങ്കിൽ 1000 രൂപ 500 രൂപ വെച്ചിട്ട് മറ്റേ ആഡ്സിൽ ഓക്കെ 500 രൂപയ്ക്കും ഒരുവിധം പേരൊക്കെ ടാർഗറ്റ് ചെയ്യുക. 500 രൂപ വെച്ചിട്ട് 4 ദിവസത്തേക്ക് ടാർഗറ്റ് ചെയ്യുക. 4 ദിവസത്തേക്ക് എനിക്ക് മറ്റേൽ റൺ ചെയ്യാം, നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഇതായിരിക്കും നിങ്ങളുടെ തോട്ട്സ്. സോ അത് ഞാൻ ഇതിൽ ക്ലിയർ ആക്കി തരാം. സോ ഇവിടെ നമുക്ക് ബഡ്ജറ്റ് എന്നുള്ളത് നമുക്കൊരു 2000 വെക്കാം. സോ ഒരുപാട് പേര് ഒന്ന് ചോദിച്ച നോർമൽ എമൗണ്ട് ആണ് 2000 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ 2000 ഞാനിവിടെ കൊടുത്തു. സോ 2000 എന്നുള്ള എമൗണ്ട് നിങ്ങൾക്ക് എവിടേക്കൊക്കെ എക്സ്പെൻസ് ആയിട്ട് പോകും, അതാണ് ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ ഈ 2000 നിങ്ങൾ കൂടുതലും മെറ്റാഡ്സിലേക്കാണ് ഉണ്ടാവുക. സോ മെറ്റാഡ്സ് നിന്നാണ് നിങ്ങൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ കൂടുതലും അഡ്വർടൈസ് ചെയ്യുക. സോ ഇവിടെ മെറ്റ ആഡ്സ്. സോ ഈ 2000 രൂപയിൽ നിങ്ങൾക്ക് ഒരു സ്പെൻഡിങ് വരുന്നത് മെറ്റാഡ്സിലേക്കാണ്. സോ മെറ്റാഡ്സ് നമ്മളവിടെ കൊടുത്തു. സോ ഈ 2000 രൂപയിൽ നിങ്ങൾക്ക് ഇവിടെയും എക്സ്പെൻസ് വരുന്നുണ്ട്, ബട്ട് അത് നമുക്ക് ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. സോ ഈ മെറ്റാഡ്സ് എന്ന് പറയുന്നത് 2 പ്ലാറ്റ്ഫോമിലേക്കാണ് കണക്ട് ആവുന്നത്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. സോ ഈ മെറ്റാഡ്സിൽ നിങ്ങൾ പൈസ സ്പെൻഡ് ആവുന്ന സമയത്ത് ഫേസ്ബുക്കിലേക്കും അഡ്വർടൈസ്മെന്റ് പോകും, അതേപോലെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും. സോ അത് നമുക്ക് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. സോ ഇൻസ്റ്റാഗ്രാം, ഓക്കെ. സോ ഇവിടെ ഫേസ്ബുക്ക്. സോ മെറ്റാഡ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാർക്കറ്റിംഗ് പോകും, ഫേസ്ബുക്കിലേക്ക് മാർക്കും. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ മെറ്റാഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. സോ ഒരുപാട് പേര് ഡൗട്ട് ഉണ്ടാകും, ഗൂഗിൾ ആഡ്സ്, സ്നാപ്ചാറ്റ് ആഡ്സ് കാര്യങ്ങളൊക്കെ. സോ അത് ഇന്ത്യയിൽ ഒരുപാട് പേര് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് കൂൾ. ബട്ട് നിങ്ങൾ നോർമലി ഒരു ബിഗിനർ ആണ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെറ്റാഡ്സിൻ്റെയാണ് ഏറ്റവും നല്ല ചാൻസ്, നിങ്ങൾക്ക് ഹൈ റിട്ടേണും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മുടെ ആയിരിക്കും. സോ ഈ 2000 രൂപ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും പോകുന്നത്, അതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. സോ നമ്മൾ മെറ്റാഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാണല്ലോ. സോ അതുവഴിയായിരിക്കും നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുക. എങ്ങനെയാണ് ഇത് വരുന്നതിൽ നമുക്ക് 3 ഫേസ് ഉണ്ട്, 3 സ്റ്റേജ് ഉണ്ട് നമുക്ക്. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്റ്റേജ് എന്നുള്ളത് ഞാൻ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ ഒരുപാട് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് സർഫ് ചെയ്ത് നോക്കിയാൽ, ബട്ട് ഈ ഒരു ഡാറ്റ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. സോ നമുക്ക് 3 സ്റ്റേജ് എപ്പോഴും ഉണ്ട് പൈസ സ്പെൻഡ് ആക്കുന്നതിന്. ഒന്ന് ടെസ്റ്റിംഗ് ഫേസ് ഉണ്ട്, ഒന്ന് സ്കെയിലിംഗ് ഫേസ് ഉണ്ട്, ഒന്ന് കില്ലിംഗ് ഫേസ് ഉണ്ട്. സോ അത് നമുക്ക് ഇവിടെ കാണാം. സോ ഇവിടെ ടെസ്റ്റിംഗ് ഫേസ് ആയിരിക്കും, പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് ഫേസ് ആയിരിക്കും ഇത്. സോ ഫസ്റ്റത്തെ
മണി സ്പെൻഡ് ആവുന്നത് ടെസ്റ്റിംഗ് ഫേസ് ആണ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യും, ഈ ഒരു പ്രൊഡക്റ്റ് വിന്നിങ് ആണോ, ഈ ഒരു പ്രൊഡക്റ്റ് വിന്നിങ് അല്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. സോ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതായിരിക്കും ഇവിടെ സ്കെയിലിംഗ് ഫേസ്. ഓക്കെ, സോ ഈ മെറ്റാഡ്സ് നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു, കില്ല് ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തതാണ് കില്ലിംഗ് ഫേസ്. ഓക്കെ, സോ നിങ്ങൾ ഈ 2000 രൂപ മൊത്തത്തിലാണ് നിങ്ങൾ മെറ്റാഡ്സിൽ സ്പെൻഡ് ചെയ്തു. ഈ മെറ്റാഡ്സിൽ സ്പെൻഡ് ചെയ്ത് ഈ മെറ്റാഡ്സിൽ എങ്ങനെയാണ് ആ പൈസ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കെയിലിംഗ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കില്ലിംഗ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദി ക്വസ്റ്റ്യൻ ഈസ്, ടെസ്റ്റിംഗ് ഫേസിൽ നിങ്ങൾക്ക് എത്രത്തോളം പൈസ സ്പെൻഡ് ആവും? ഒരുപാട് പേരുടെ ഒരു ഇതാണ് 500 പെർ ഡേ, 300 പെർ ഡേ, ആ രീതിയിലൊക്കെ പെർ ഡേ വഹിച്ചിട്ട് പൈസ ബേൺ ആക്കുന്നത്. സോ ആക്ച്വലി നിങ്ങൾക്ക് അവിടെ പൈസ സ്പെൻഡ് ആവുന്ന വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 rupees to 3000 rupees പെർ ഡേ രീതിയിൽ പോകും. സോ അതായിരിക്കും നിങ്ങളുടെ പെർഫെക്റ്റ് സ്ട്രാറ്റജി ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം അത് ഓവർ ടൈപ്പ്. സോ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 rupees to 3000 rupees പെർ ഡേയിലേക്ക് മാറി. സോ ടെസ്റ്റിംഗ് ഫേസ്, ഈ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് പെർ ഡേ ആണ്. 1 day, 2 day, 3 day, 4 day ആ രീതിയിൽ പോകും. സോ ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വിന്നിങ് ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 1000 rupees to 3000 rupees പെർ ഡേ പോകും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും കഴിഞ്ഞാൽ, എന്തിനാണ് ഇത്രത്തോളം എമൗണ്ട് പോകുന്നത്? 1000 rupees to 3000 rupees ഒക്കെ നിങ്ങൾക്ക് എന്തിനാണ് ചിലവാക്കുന്നത്? ഇതാണ് മെറ്റാഡ്സ്. കാരണം മെറ്റാഡ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിലെ പിക്ചർ ഉണ്ടാവും, അത് ഡാറ്റ ഗ്യാദർ ചെയ്യണം. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ്, കാറിൻ്റെ പ്രൊഡക്റ്റ്, കിച്ചണിൻ്റെ പ്രൊഡക്റ്റ്, ബ്യൂട്ടി പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുള്ള ഡാറ്റ ഫേസ്ബുക്ക് പിക്സലിൽ ഗ്യാദർ ചെയ്യണം. എങ്ങനത്തെ ടൈപ്പ് ഓഡിയൻസ് ആണ് നിങ്ങൾക്ക് ബയേഴ്സ് ആയിട്ട് വേണ്ടതെന്നുള്ളത്. സോ അതിനൊരു ടൈം നമ്മൾ കൊടുക്കണം, അതിന് നമ്മളൊരു ബഡ്ജറ്റ് കൊടുക്കണം. സോ ദി ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾക്ക് ഈ 1000 to 3000 പെർ ഡേ എങ്ങനെയാണ് വരുന്നത്? എനിക്ക് ഒരുപാട് ഡാറ്റ റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് അത്രത്തോളം വാല്യുബിൾ ഇൻഫർമേഷൻസ് ആണ്. കാരണം പെയ്ഡ് ഇൻഫർമേഷൻ എനിക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് തരാൻ പറ്റില്ല. ആക്ച്വലി അത് ബേസ്ഡ് ഓൺ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ്, നിങ്ങളുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ ഒരുപാട് ആഡ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1000 മുകളിലേക്ക് ബഡ്ജറ്റ് പോകും. നിങ്ങൾ അവിടെ ലെസ് ആഡ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1000 ആ റേഞ്ച് വരും. ബട്ട് നിങ്ങൾ അവിടെ അത്രത്തോളം മിനിമം സ്പെൻഡെങ്കിലും ചെയ്യണം. നിങ്ങൾ 1000 rupees കൂട്ടിക്കോ, 1000 rupees പെർ ഡേ നിങ്ങൾ കൂട്ടിക്കോ ഒരു ബഡ്ജറ്റ്. ഇപ്പോൾ ഒരുപാട് പേര് കൺഫ്യൂഷൻ ആയിരിക്കും, 500 പെർ ഡേ ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തോടെ, 300 പെർ ഡേ ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. യെസ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി, ഞാൻ പറഞ്ഞല്ലോ സ്ട്രാറ്റജി ബേസ് ആയിരിക്കും. പെർഫെക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 അടുത്ത് എന്തായാലും എത്തും. സോ നിങ്ങൾ ബഡ്ജറ്റ് നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് വിന്നിങ് കിട്ടില്ല. ആക്ച്വലി നിങ്ങളുടെ പ്രൊഡക്റ്റ് വിന്നിങ് ആയിട്ടുണ്ടാവും മറ്റുള്ളവർക്ക്, പക്ഷെ നിങ്ങൾ പ്രൊഡക്റ്റ് വിന്നിങ് കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ടും ഉണ്ടാവുക. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ 2000 പെർ ഡേ അല്ല, 2000 എന്ന് പറഞ്ഞ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലെ പോക്കറ്റിലെ ആകെ ഉണ്ടായിരുന്ന 2000 rupees ഇവിടെ ടെസ്റ്റിംഗ് ഫേസ് തന്നെ നിങ്ങൾക്ക് 1000 പൊട്ടി, 1000 പെർ ഡേ രീതിയിൽ പൊട്ടി. സോ നിങ്ങൾ ആ 2000 എന്നത് നിങ്ങൾ ഡേ 1ലേക്ക് 1000 സ്പെൻഡ് ആയി, ഡേ 2ലേക്ക് 1000 സ്പെൻഡ് ആയി. സോ നിങ്ങളുടെ 2000 ഓൾറെഡി നിങ്ങളുടെ 2000 ഇവിടെ ബേൺ ആയി കഴിഞ്ഞു 2 ദിവസത്തേക്ക്. സോ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് 3 ദിവസം 4 ദിവസമൊക്കെ റൺ ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രൊഡക്റ്റ് വിന്നിങ് ആയിരിക്കുമല്ലോ എന്നുള്ളത്. സോ അങ്ങനെ തന്നെ നിങ്ങൾ 3000 4000 നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 3000 4000 പെർ പ്രൊഡക്റ്റിന് നിങ്ങൾ 3000 4000 rupees പൊട്ടി. ആ രീതിയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് ഫേസിൽ ഇട്ടോ. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ 2000 രൂപയ്ക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഡാറ്റ അവിടെ ക്ലിയർ ആയില്ല, ഡാറ്റ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ 2000 രൂപ ഇവിടെ തികയില്ല എന്നുള്ളത്. സോ കമ്മിങ് ടു ദി പോയിന്റ്, സ്കെയിലിംഗ് ഫേസിൽ നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് ചിലവാകും? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബഡ്ജറ്റ്. അതായത് നിങ്ങളിപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 1000 rupees to 3000 പെർ ഡേ രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ഫേസിൽ തന്നെ പോകും. സോ നിങ്ങൾ സ്കെയിലിംഗ് ഫേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ ബാങ്കിൽ അല്ല നിങ്ങളുടെ കയ്യിൽ ചിലപ്പം 10,000 rupees പെർ ഡേ എടുക്കാനുണ്ടോ? ഓക്കെ, നിങ്ങൾ സ്കെയിലിംഗ് ഫേസിൽ 10,000 rupees പെർ ഡേ ചിലവാക്കാം, 50,000 പെർ ഡേ ചിലവാക്കാം, 1 lakh പെർ ഡേ ചിലവാക്കാം. അതൊക്കെ നിങ്ങളെ ബേസ്ഡ് ഓൺ
നിങ്ങളുടെ ക്യാപിറ്റലാണ്. സോ നിങ്ങൾക്ക് ഇവിടെ സ്കെയിലിംഗ് ഫേസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വിന്നിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ടെസ്റ്റിംഗ് ഫേസിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് സ്കെയിൽ ചെയ്യണം. അതർവൈസ് മറ്റുള്ള ആരെങ്കിലും കോമ്പറ്റീറ്റേഴ്സിന് കോപ്പി അടിച്ചിട്ട് അവർ സ്കെയിൽ ചെയ്യും, നിങ്ങൾ അവിടെ 3G ഇരിക്കും. അത്രേ ഉണ്ടാവും. സോ ടെസ്റ്റിംഗ് ഫേസിൽ സ്കെയിലിംഗ് ഫേസിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാപിറ്റൽ വേണം സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതർവൈസ് അതായത് ക്യാപിറ്റൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കെയിലിംഗ് നടക്കൂല, നിങ്ങളുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് ഡെഡ് ആവുകയും ചെയ്യും. സോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആ പ്രൊഡക്റ്റ് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടാവും. 1 മാസത്തേക്കാണോ, ഒരാഴ്ചത്തേക്കാണോ, മേ ബി 2 മാസത്തേക്ക്, 3 മാസത്തേക്ക്, നിങ്ങൾക്ക് അറിയില്ല. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വിന്നിങ് കിട്ടിയോ അത്രയും പെട്ടെന്ന് നിങ്ങൾ സ്കെയിൽ ചെയ്യണം. സോ സ്കെയിലിംഗ് ഫേസ് എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾക്ക് ഇൻഫിനിറ്റിയാണ്. അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബഡ്ജറ്റ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 1000 പെർ ഡേയിലാണ് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിംഗ് ഫേസിൽ 1000 പെർ ഡേ രീതിയിൽ നിങ്ങൾ പോയി. സോ സ്കെയിലിംഗ് ഫേസിൽ എത്തുന്ന സമയത്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വിന്നിങ് കൺഫേം ആയി. സോ സ്കെയിലിംഗ് ഫേസിൽ എത്തുന്ന സമയത്ത് ആ 1000 ഉള്ളത് നിങ്ങൾ 2000 പെർ ഡേയിലേക്ക്, 3000 പെർ ഡേയിലേക്ക്, 5000 പെർ ഡേയിലേക്ക്, 20,000 പെർ ഡേയിലേക്ക്. സോ നിങ്ങളുടെ കപ്പാസിറ്റിയും കൂടി, അതായത് പെർ ഡേ ആണ് കേട്ടോ. സോ 20,000 പെർ ഡേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ 2 ദിവസം കൊണ്ട് തന്നെ 40,000 രൂപ എടുത്ത് പൊട്ടി, 3 ദിവസം കൊണ്ട് തന്നെ 60,000 രൂപ എടുത്തായി. സോ നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് ഫ്ലോ അവിടെ കീപ്പ് ചെയ്യണം. സോ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. സോ സ്കെയിലിംഗ് ഫേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബഡ്ജറ്റ്. സോ കില്ലിംഗ് ഫേസ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മുടെ ആ പ്രൊഡക്റ്റ് ഡെഡ് ആവുന്ന സമയമാണ്. നമ്മുടെ ആ പ്രൊഡക്റ്റ് ഒരു ടൈമിൽ നിങ്ങൾക്ക് 100 ഓർഡർ പെർ ഡേ കിട്ടി, 500 ഓർഡർ പെർ ഡേ കിട്ടി വെച്ചോ. സോ 500 ഓർഡർ പെർ ഡേ നമുക്ക് നോക്കാം. കില്ലിംഗ് ഫേസിൽ നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസ് കുറഞ്ഞു വരും. ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുള്ള പെർഫോമൻസ് നമുക്ക് നല്ലോണം കുറയും. അതായത് നിങ്ങൾക്ക് 500 ഓർഡർ പെർ ഡേ കിട്ടിയത് ചിലപ്പം ഒരു ഡേയിലേക്ക് 300 ഡേ ആയി, പിന്നെ 200 ആയി. അതായത് നിങ്ങളെ ഓർഡർ മെല്ലെ ഡൗൺ ആവുകയാണ്. അപ്പം നിങ്ങൾ ഓർഡർ ഡൗൺ ആവുന്നുണ്ട്, ബട്ട് നിങ്ങൾ ബഡ്ജറ്റ് 50,000 പെർ ഡേ, 1 lakh പെർ ഡേ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നഷ്ടം വരും. സോ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ബഡ്ജറ്റ് ഡൗൺ ആവണം. അതായത് നിങ്ങൾ സ്കെയിലിംഗ് ഫേസിലേക്ക് അപ്പ് ചെയ്തല്ലോ, സോ കില്ലിംഗ് ഫേസിൽ നിങ്ങൾ ഡൗൺ ചെയ്യണം. അതായത് 50,000 പെർ ഡേ ആണ് നിങ്ങൾ ആ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ 50,000 പെർ ഡേ എന്നുള്ളത് 40,000 പെർ ഡേ ആവണം, 20,000 പെർ ഡേ ആവണം, 10,000 പെർ ഡേ ആവണം. അതായത് നേരെ നമ്മൾ ടെസ്റ്റിംഗ് ഫേസില്ലേ, ടെസ്റ്റിംഗ് ഫേസിന്റെ എമൗണ്ടിലേക്ക് മെല്ലെ കുറച്ചുകൊണ്ട് വരാം. ഒറ്റയടിക്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല, മെല്ലെ കുറയ്ക്കുക. സോ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഇവനിലേക്ക് എത്തിക്കാം. അതായത് കില്ലിംഗ് ഫേസിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഇവനിലേക്ക് എത്തിക്കാം. നിങ്ങൾക്ക് ഓവർ ലോസിലേക്ക് എത്തിക്കാൻ പാടില്ല കില്ലിംഗ് ഫേസിൽ. അതർവൈസ് നിങ്ങൾക്ക് സ്കെയിലിംഗ് ഫേസിൽ ഉണ്ടായിരുന്ന ലാഭം കാര്യങ്ങളൊക്കെ കില്ലിംഗ് ഫേസിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടമായി വരും. സോ അങ്ങനെയുണ്ട്. സോ കില്ലിംഗ് ഫേസിൽ ഡൗൺ ദി എമൗണ്ട്. സോ എമൗണ്ട് ഡൗൺ ചെയ്ത് കൊണ്ടുവരിക. സോ അതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയി, ഈ ഒരു ഇന്റർഫേസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി 2000 രൂപ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ ടോക്കിംഗ് അബൌട്ട് മെറ്റാഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ കണ്ണിയാണ്. ഈ 2000 രൂപ സ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് നമ്മുടെ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് റൈറ്റ് സൈഡിൽ വേറൊരു കണ്ണിയും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സപ്ലയർ, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് മാനേജിങ്. സോ നിങ്ങളിവിടെ 2000 രൂപ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റത്തെ ഫേസിൽ തികഞ്ഞില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് സപ്ലയറാണ്. സോ ഈ സപ്ലയറിന് പൈസ കൊടുത്തു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റൂ. അതായത് നിങ്ങൾക്ക് മെറ്റാഡ്സ് വഴി ഓർഡേഴ്സ് കിട്ടി. ഓക്കെ, ഈ ഓർഡേഴ്സ് നിങ്ങൾക്ക് ഫുൾഫിൽ ആക്കണം, അതിന് നിങ്ങൾക്ക് സപ്ലയേഴ്സ് വേണം. സോ സപ്ലയേഴ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഫുൾഫിൽ ചെയ്യാനോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനോ പറ്റില്ല. സോ സപ്ലയേഴ്സ് വേണം. സോ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് പ്രൈവറ്റ് സപ്ലയേഴ്സ്, ഒന്ന് പ്ലാറ്റ്ഫോം സപ്ലയേഴ്സ്. ഓക്കെ, സോ പ്രൈവറ്റ് സപ്ലയേഴ്സ് ഉണ്ട്, പ്ലാറ്റ്ഫോം സപ്ലയേഴ്സ് ഉണ്ട്. സോ പ്രൈവറ്റ് സപ്ലയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യ മാർട്ട്. സോ ഇന്ത്യ മാർട്ട് എന്നുള്ളത് നിങ്ങൾക്ക് പ്രൈവറ്റ് സപ്ലൈ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്യാം. സോ ഇറ്റ്സ് ഈസി. നിങ്ങൾ ഇന്ത്യ മാർട്ടിൽ ലോഗിൻ ചെയ്യുക, ഇന്ത്യ മാർട്ടിൽ കൂടെ സർഫ് ചെയ്യുക, എന്താ പ്രൊഡക്റ്റ് എന്നുള്ളത്. സോ ഒരുപാട് സപ്ലൈസിന് കിട്ടും, പല റേറ്റിൽ, പല ക്വാളിറ്റിയിൽ. സോ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക, അവരുമായിട്ട് ഡീൽ ചെയ്യുക. സോ പ്ലാറ്റ്ഫോം സപ്ലൈസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് റോപ്പോസോ തന്നെയാണ്. റോപ്പോസോ ആണ്. സോ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് പ്രൈവറ്റ് സപ്ലൈസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ചീപ്പിലായിരിക്കും കിട്ടുക. പ്ലാറ്റ്ഫോം സപ്ലൈസ് എന്ന് പറയുമ്പോൾ റോപ്പോസിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടും. അതായത് നിങ്ങൾക്ക് ഇവിടെ
പ്രൈവറ്റ് സപ്ലൈ അടുത്ത് 100 രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ചിലപ്പം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ 300-400 രൂപയാവും. കാരണം അവിടെ ലോജിസ്റ്റിക്സ് ഫീസും അതേപോലെ സപ്ലൈസിന്റെ മാർജിനും കൂടി കൂട്ടിയിട്ടാണ് അവിടെ ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. സോ നിങ്ങൾ പ്രൈവറ്റ് സപ്ലൈസിനെ തേടുന്ന സമയത്ത് ഇന്ത്യ മാർട്ടിൽ കൂടെ ഒരു സപ്ലൈറിന് കിട്ടി 100 രൂപയ്ക്ക്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 300 രൂപയ്ക്ക് എത്തി വരും. കാരണം നിങ്ങൾക്ക് ലോജിസ്റ്റിക്സും ഉണ്ട്. സോ മെറ്റാഡ്സ് സപ്ലൈസ് ഒരു കണ്ണിയും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. സോ അതിന് ടൈം ആയിട്ടില്ല. സോ പ്രൈവറ്റ് സപ്ലൈസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബഡ്ജറ്റ് വരുന്നത്, സോ ഇവിടെ 2000 രൂപ നിങ്ങൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ പ്രൈവറ്റ് സപ്ലൈറിലേക്ക് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ബഡ്ജറ്റ്, സോ ഇവിടുത്തെ ബഡ്ജറ്റ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് സപ്ലൈസിന് ഒരു പൈസ കൊടുക്കണമല്ലോ, സപ്ലൈസിന് പൈസ കൊടുക്കാണ്ട് അത് ഫുൾഫിൽ ചെയ്യില്ല. സോ ആ ഒരു ബഡ്ജറ്റ് എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് പെർ ഡേ. ഒന്നാമത്തത് ഓർഡേഴ്സ് പെർ ഡേ ആണ്. ഓക്കെ, സോ നമ്മളിവിടെ ഹാർഡ് സ്കെയിലിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കിവിടെ ഓർഡേഴ്സ് കിട്ടുക. അതായത് നമുക്കിപ്പോൾ ഒരു 100 ഓർഡേഴ്സ് പെർ ഡേ കിട്ടിയായിരിച്ചോ, നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, ടെസ്റ്റിംഗ് ഫേസ് ആണോ, സ്കെയിലിംഗ് ഫേസ് ആണോ, കില്ലിംഗ് ഫേസ് ആണോ, അതിന് ബേസ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് ഉണ്ടാവുക. സോ നമുക്കിവിടെ ഓർഡേഴ്സ് പെർ ഡേ ഉണ്ടാവും. സോ ഓർഡേഴ്സ് പെർ ഡേനെ ഇവിടെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അതായത് നമുക്ക് ഓർഡേഴ്സ് പെർ ഡേ കിട്ടിയല്ലോ, ആ ഓർഡേഴ്സ് പെർ ഡേയിൽ സപ്ലയറിന് എങ്ങനെയാണ് ക്യാഷ് കൊടുക്കണമെന്ന് വെച്ചാൽ എത്രത്തോളം ഓർഡർ കിട്ടി എന്നുള്ള രീതിയിലായിരിക്കും. അതായത് നമുക്കിപ്പം ഒരു 10 ഓർഡർ കിട്ടിയായിരിക്കും. സോ 10 ഓർഡർ കിട്ടി, അതിൽ നമുക്ക് എന്താ പറയുക 2 രീതിയിലായിരിക്കും പൈസ ഉണ്ടാവുക. ഒന്ന് പാക്കേജിങ് കോസ്റ്റ് ഉണ്ടാവും. അതായത് സപ്ലയറിന് പാക്കേജിങ് കോസ്റ്റ് പറഞ്ഞാൽ 10 രൂപയോ 20 രൂപയോ 25 രൂപയോ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന് ബേസ് ആയിരിക്കും ഒരു പാക്കേജിങ് കോസ്റ്റ് ഉണ്ടാവുക, ചെറിയ എമൗണ്ട് ഉണ്ടാവും. ആൻഡ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ അയച്ചോ, സോ പാക്കേജിങ് കോസ്റ്റ് ഒരു 10 രൂപ കൂട്ടിക്കും. സോ 110 രൂപയായി. സോ അങ്ങനെയാണ് ഉണ്ടാവുക. അതായത് പ്രൊഡക്റ്റ് കോസ്റ്റ് പ്ലസ് പാക്കേജിങ് കോസ്റ്റ്. സോ പ്രൈവറ്റ് സപ്ലയറിന് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുക. പ്രൊഡക്റ്റ് കോസ്റ്റ് പ്ലസ് പാക്കേജിങ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ഓർഡേഴ്സ് പെർ ഡേ. അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് ഉണ്ടാവുക പ്രൈവറ്റ് സപ്ലയറിന് കൊടുക്കാണ്ടാവുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 100 രൂപ വാല്യൂ ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്തെന്ന് വിചാരിച്ചോ. അതായത് പ്രൈവറ്റ് സപ്ലൈസിന് എടുക്കുന്നത് ടെസ്റ്റിംഗ് ഫേസിലാണ് കേട്ടോ. ടെസ്റ്റിംഗ് ഫേസിൽ നിങ്ങൾക്ക് ഒരു 10 ഓർഡർ കിട്ടി. 10 ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയായി? 10 × 100 1000 ആയി. സോ 1000 രൂപ ഓൾറെഡി അവിടെയായി. ഇനി 10 × 10, അതായത് പാക്കേജിങ് കോസ്റ്റ് ഉണ്ടല്ലോ, ഒരു 10 രൂപ കാൽക്കുലേറ്റ് ചെയ്യാം. പാക്കേജിങ് കോസ്റ്റ് 10 × 10 100 രൂപ. സോ 1100 രൂപ നിങ്ങൾ ഇവിടെ സപ്ലയറിന് കൊടുക്കണം. ഇതിന്റെ നമ്മൾ മെറ്റാഡ്സിൽ ആഡ് റൺ ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മൾ പൈസ ബേൺ ചെയ്തു. നമ്മൾ ആ ഒരു കിട്ടിയ ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്ലൈസിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 1100 രൂപ നമ്മൾ അവിടെയും സ്പെൻഡ് ചെയ്യണം. കഴിഞ്ഞിട്ടില്ല, പരിപാടി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സോ ഇവിടെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 രീതിയിൽ സപ്ലൈസ് ഉണ്ട് ഞാൻ പറഞ്ഞു, പ്രൈവറ്റ് സപ്ലൈസ്, പ്ലാറ്റ്ഫോം സപ്ലൈസ്. സോ പ്ലാറ്റ്ഫോം സപ്ലൈസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റോപ്പോസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. സോ റോപ്പോസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ ബഡ്ജറ്റ് എത്രത്തോളം നിങ്ങൾക്ക് വരും, അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഈ ബഡ്ജറ്റ് നിങ്ങൾ എപ്പോഴും ഓർഡേഴ്സ് പെർ ഡേ രീതിയിൽ തന്നെയായിരിക്കും പോവുക. ഓക്കെ, ഓർഡേഴ്സ് പെർ ഡേ രീതിയിൽ തന്നെയായിരിക്കും പോവുക. ബട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ പ്ലാറ്റ്ഫോം ആണല്ലോ യൂസ് ചെയ്യുന്നത്. സോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അവരുടെ ഭാഗത്തു നിന്നാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അതായത് നമ്മൾ 5 പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ ബഡ്ജറ്റ് അപ്ഫ്രണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ട. അതായത് നിങ്ങൾ മെറ്റാഡ്സിൽ ടെസ്റ്റിംഗ് ഫേസിൽ നിങ്ങൾക്ക് ഒരു 10 ഓർഡർ കിട്ടി. സോ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ 1000 റുപ്പീസ് പെർ ഡേ രീതിയിൽ 1000 റുപ്പീസ് കൂട്ടിയോ, 1000 റുപ്പീസ് നിങ്ങൾക്ക് അവിടെ ചിലവായി. സോ അവിടെ അത് പോയല്ലോ, പൈസ പോയി. സോ സപ്ലൈസിന്റെ ഭാഗത്ത് നിങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ സമയത്ത് നിങ്ങൾക്ക് ബഡ്ജറ്റ് എന്ന് പറയുന്നിടത്ത് 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവിടെ 1000 രൂപ പോയി, ഇവിടേക്ക് നിങ്ങൾ 5 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടുത്തെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഒരു ഓർഡർ 10 ഓർഡർ നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഈ 10 ഓർഡർ റോപ്പോസോയിലേക്ക് പോയി. സോ ആ റോപ്പോസോ എന്ത് ചെയ്യും? ഈ 10 ഓർഡർ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യും. സോ നിങ്ങൾ അപ്ഫ്രണ്ട് ഒന്നും അടക്കണ്ട, ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ. എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ആണല്ലോ. സോ ഈ റോപ്പോസ് എന്ത് ചെയ്യും? ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യും നമ്മുടെ, അതായത് അവർക്കുള്ള ക്യാഷ്. അതായത് നിങ്ങൾക്ക് സെല്ലിംഗ് പ്രൈസ് ഒരു 1000 രൂപയാണ് അയച്ചോ, നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ ഒരു 200 രൂപ അയച്ചോ, 800 രൂപ എന്ത് ചെയ്യും? അവർക്ക് എടുക്കും. 800 രൂപയ്ക്കും അവരുടെ ഇതുണ്ടാവുക, പ്രൊഡക്റ്റ് പ്രൈസ് ഉണ്ടാവുക അയച്ചോ. നിങ്ങൾക്ക് 200 രൂപയാണ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവുക. സോ അവർ എല്ലാ പൈസയും കഴിച്ചിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി 200 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും.
അവരുടെ മാർജിൻ അവരുടെ പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്ന ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. സോ നിങ്ങളുടെ മാർജിൻ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാർജിൻ വരാൻ വേണ്ടി മാത്രം. സോ അതായിരിക്കും റോപ്പോസോയിലുള്ള സിസ്റ്റം വർക്കിംഗ്. ഞാൻ പറഞ്ഞല്ലോ, മെറ്റാഡ്സിലേക്ക് നിങ്ങൾക്ക് ഒരു പൈസ പോയി, സപ്ലൈസിലേക്ക് ഒരു പൈസ പോയി. ഓക്കെ, നിങ്ങൾ പ്ലാറ്റ്ഫോം അവിടെ കളയും. കാരണം ഒരുവിധ ആൾക്കാരും പ്രൈവറ്റ് ആയിരിക്കും ചൂസ് ചെയ്യുക. കാരണം പ്രൈവറ്റ് ആയിരിക്കും കുറച്ചും കൂടി ലാഭകരം, പ്രൈവറ്റ്. സോ ഇൻ കേസ് നിങ്ങൾ പ്രൈവറ്റ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അഡീഷണൽ ഫാക്ടർ കൂടി വന്നു, ലോജിസ്റ്റിക്സ് വന്നു നിങ്ങൾക്ക്. സോ നമ്മൾ മെറ്റാഡ്സ് പറഞ്ഞു, സപ്ലൈസ് പറഞ്ഞു. മെറ്റാഡ്സിന് നമുക്കൊരു എമൗണ്ട് സ്പെൻഡ് ആവുന്നു, സപ്ലൈസിന് നമുക്കൊരു എമൗണ്ട് സ്പെൻഡ് ആവുന്നു. സോ അതേപോലെ നമുക്ക് എമൗണ്ട് വേറൊന്നിൽ സ്പെൻഡ് ആവുന്നുണ്ട്. അതാണ് നമ്മുടെ ലോജിസ്റ്റിക്സ്. സോ ഈ ലോജിസ്റ്റിക്സിൽ എങ്ങനെയാണ് എമൗണ്ട് സ്പെൻഡ് ആവുന്നത്? സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സിൽ നമ്മുടെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ഡെയിലി ബഡ്ജറ്റ് തന്നെയായിരിക്കും. ഡെയിലി ബഡ്ജറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ നമ്മുടെ ഓർഡർ പെർ ഡേ ആണ്. ഓർഡർ പെർ ഡേ ലോജിസ്റ്റിക്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പെർ ഡേ തന്നെയായിരിക്കും. അതായത് ഓർഡേഴ്സ് പെർ ഡേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് 100 ഓർഡർ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ഫേസിൽ നിന്നോ സ്കെയിലിംഗ് ഫേസിൽ നിന്നോ കില്ലിംഗ് ഫേസിൽ നിന്നോ ഏതെങ്കിലും ഫേസ് ആയിക്കോട്ടെ, നിങ്ങൾ അവിടുന്ന് മെറ്റാഡ്സിൽ നിങ്ങൾക്ക് 100 ഓർഡർ പെർ ഡേ കിട്ടി. സോ ഈ 100 ഓർഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിന് ഡെലിവറി ആണല്ലോ, ഡെലിവറി ചെയ്യാണ്ടൊക്കെ പറ്റില്ലല്ലോ. സോ ഡെലിവറി ചെയ്യണം. നിങ്ങൾ സപ്ലൈസിനടുത്ത് പ്രൊഡക്റ്റ് വാങ്ങി അതിനൊരു ബഡ്ജറ്റ് അവിടെ സ്പെൻഡ് ആക്കി. സോ ഇനി നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ആയിട്ട് കണക്ട് ചെയ്യണം. അതായത് നിങ്ങൾ ഡെലിവറി, ബ്ലൂ ഡാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതിന് നിങ്ങൾക്ക് 2 രീതിയിൽ ഓപ്ഷൻ ഉണ്ട്. 2 രീതിയിൽ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ഷിപ്പ് റോക്കറ്റ് ഉണ്ട്, ഒന്ന് നിംബൂസ് പോസ്റ്റ് ഉണ്ട്. സോ ഇതിൽ ഏത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ DTDCയോ ഡെലിവറിയോ അങ്ങനത്തെ കൊറിയർ പാർട്ട്നേഴ്സ് ആയിട്ട് ഫെച്ച് ആക്കാം, അതായത് കൊളാബറേറ്റ് ചെയ്യാം. സോ അത് നിങ്ങളുടെ ചോയ്സ്. സോ നിങ്ങൾ ഓർഡേഴ്സ് പെർ ഡേ ആയിരിക്കും. സോ നിങ്ങൾക്ക് 100 ഓർഡർ പെർ ഡേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100 ഓർഡർ നിങ്ങൾക്ക് ഇവിടെ ഡെലിവറി ചെയ്യണം. സോ ഇവിടെ ബേസ്ഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ ഇവിടെ വരുന്നത് വെച്ചാൽ ഒരു ഡെലിവറിക്ക് ഡിസ്റ്റൻസ് ബേസ്ഡ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ജമ്മു കാശ്മീരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കൂടും ഡെലിവറി ചാർജ്. സോ നോർമലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 to 120. സോ 100 to 120 പെർ ഓർഡറിന് നിങ്ങൾക്ക് ചിലവാകും ഇവിടെ. സോ നോർമലി നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു 100 ഓർഡർ പെർ ഡേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100 അല്ല, നമ്മൾ ഓൾറെഡി സോ 100 120 ആയിരിക്കും പെർ ഡേ വെച്ചിട്ടുണ്ടാവുക. അല്ല, പെർ ഓർഡർ ആണ് കേട്ടോ. സോ 100 to 120 ആയിരിക്കും പെർ ഓർഡർ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഉണ്ടാവുക. സോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് മെറ്റാഡ്സ് നമ്മൾ 1000 rupees ഇൻവെസ്റ്റ് ചെയ്ത് 10 ഓർഡർ കിട്ടി. സോ ആ 10 ഓർഡർ നമ്മൾ എന്ത് ചെയ്തു? പ്രൈവറ്റ് സപ്ലൈസിന് വെച്ചിട്ട് 1100 രൂപ വെച്ച് നമ്മൾ 10 പ്രൊഡക്റ്റ് വാങ്ങി പാക്ക് ചെയ്തു. 10 ഓർഡർ വാങ്ങി പാക്ക് ചെയ്തു. സോ ഓൾറെഡി നമുക്ക് 2100 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ആയി. ഇനി നമ്മൾ ഒന്ന് ആലോചിക്കണം, മെറ്റാഡ്സിൽ നമ്മൾ 1000 rupees ചിലവാക്കുകയാണെന്നെങ്കിലും അവിടെ നമുക്ക് 18% GST പറഞ്ഞുണ്ട്. സോ 1000 into 18% കൂടി അതും കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. 1000ന്റെ 18% എന്നുള്ളതും കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. അതായിരിക്കും എമൗണ്ട് ആവുക. സോ നമുക്കിപ്പോൾ അവിടെ ഡയറക്റ്റ് 1000 തന്നെ എടുക്കാം. 1000 പ്ലസ് 1100 2100 രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓൾറെഡി സപ്ലൈസ് പ്ലസ് മെറ്റാഡ്സ് ചിലവായി. സോ ഇവിടുത്തെ എമൗണ്ട് ഒരു 100 രൂപ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ. ഏറ്റവും കുറഞ്ഞ 100 രൂപ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ. 10 ഓർഡറിന്. സോ ഇവിടെ 1000 രൂപ വീണ്ടും വന്നു. അപ്പം നിങ്ങൾക്ക് എത്രയായി ചിലവ്? 1000 രൂപ എവിടെയും വന്നു. സോ 1000 രൂപ, 1100 രൂപ, 2100 രൂപ, 2100 പ്ലസ് 1000 രൂപ, 3100 രൂപ നിങ്ങൾക്ക് പെർ ഡേ രീതിയിൽ നോർമലി നിങ്ങൾക്ക് വന്നു. നിങ്ങളുടെ ആളുകളുടെ ബഡ്ജറ്റ് 2000. എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകും? ദി ക്വസ്റ്റ്യൻ ഈസ് എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകും? സോ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. സോ നിങ്ങൾക്ക് ആ പറഞ്ഞു പോകുന്നതിൽ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2000 rupees ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ ബഡ്ജറ്റ് 2000 rupees ആയിരുന്നു. നിങ്ങൾ മെറ്റാഡ്സിൽ 1000 rupees ആഡ് റൺ ചെയ്ത് നിങ്ങൾ മെറ്റാഡ്സിൽ 1000 ആഡ് ചെയ്ത് 1000 ആഡ് ചെയ്ത്. ഓക്കെ, സോ ബഡ്ജറ്റ് നിങ്ങൾ 2000 ആയിരുന്നു. മെറ്റാഡ്സിൽ നിങ്ങൾ അത് 1000 രൂപയ്ക്ക് ആഡ് റൺ ചെയ്ത്. ഇത് ഞാൻ ചിലവ് മാത്രമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ 2000 രൂപയെ നിങ്ങൾക്ക് പറയുന്നുള്ളതെങ്കിൽ ആ ചിലവ് മാത്രമാണ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മാത്രം നിങ്ങൾ നോക്കുക. സോ 2000 രൂപയ്ക്ക് മെറ്റാഡ്സിൽ നിങ്ങൾ ചെയ്ത്. ഇനി മെറ്റാഡ്സിൽ സപ്ലയറിനുള്ള കോസ്റ്റ് എന്ന് പറയാൻ അല്ല, നിങ്ങൾക്ക് ഒരു 10 ഓർഡർ കിട്ടി. ഓക്കെ, ഒരു മിനിമം 10x 9x ഒക്കെ ROSൽ നിങ്ങൾക്ക് 10 ഓർഡർ കിട്ടി. സോ നിങ്ങൾക്ക് കിട്ടിയ ഓർഡർ എന്ന് പറയുന്നത് ഓർഡേഴ്സ് എന്ന് പറയുന്നത് 10 എണ്ണം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് 1000 രൂപ ചിലവാക്കിയിട്ട്, വിച്ച് ഈസ് ഹൈ. ഓക്കെ, സോ 10 ഓർഡറിന് സപ്ലയറിന് കൊടുക്കേണ്ട പൈസ
സപ്ലയറിനുള്ള കോസ്റ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത് പ്രൈവറ്റ് സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയായി അവിടെ 1100 രൂപയായി 10 ഓർഡറിന്, പാക്കേജിങ് കോസ്റ്റും പ്രൊഡക്റ്റ് കോസ്റ്റും അടക്കം. സോ അതവിടെ നമ്മൾ കഴിഞ്ഞു. സോ അടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സപ്ലയർ കഴിഞ്ഞു, ലോജിസ്റ്റിക്സ്. സോ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, ലോജിസ്റ്റിക്സിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഒരു 10 ഓർഡർ പെർ ഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചിലവന്നത് മിനിമം 100 രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയായി? 100 രൂപ 1000 രൂപയായി. സോ ദിസ് ഈസ് ദി ഡാറ്റ. ഓക്കെ, 2000 രൂപയാണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ ബഡ്ജറ്റ്. അത് നിങ്ങൾ 1000 രൂപ അവിടെ ചിലവായി, 10 ഓർഡേഴ്സ് കിട്ടി. 10 ഓർഡേഴ്സ് കിട്ടി, നിങ്ങൾ സപ്ലയറിന് ഒരു 1200 രൂപ കൊടുത്തു, ലോജിസ്റ്റിക്സിനും ഒരു 1000 രൂപ കൊടുത്തു. ടോട്ടൽ നിങ്ങൾക്ക് അവിടെ ചിലവ് എത്രയായി? ഓക്കെ, ചിലവെന്ന് പറയുമ്പോൾ 1000, 2100, 3100 പെർ ഡേ. സോ നിങ്ങൾക്ക് 3100 രൂപ പെർ ഡേ രീതിയിലേക്ക് എത്തി. 1000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്ത സമയത്ത് തന്നെ. സോ നിങ്ങളുടെ ബഡ്ജറ്റ് 2000 രൂപയായിരുന്നു. എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകും? സോ നിങ്ങളെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വെച്ചാൽ, നിങ്ങൾക്ക് ഇത്രത്തോളം 3100 നിങ്ങൾ സ്പെൻഡ് ആവുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭം കിട്ടിയല്ലോ, 10 ഓർഡർ കിട്ടിയതായിരിക്കും. ഓക്കെ, ഞാനിവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ സ്പെൻഡിങ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ലാഭം തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്താൽ പോരെ? അതായിരിക്കും ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ആണ്. COD, ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം. ഓക്കെ, സോ ഈ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വന്ന് വാങ്ങിക്കുന്നു, നിങ്ങളത് ഡെലിവറി ചെയ്യുന്നു. ഡെലിവറി ടൈം ഡോർ സ്റ്റെപ്പിൽ നിന്ന് കസ്റ്റമർ പൈസ ഡെലിവറി ബോയ്ക്ക് കൊടുക്കും. ആ ഡെലിവറി ബോയ് തന്നെ എന്ത് ചെയ്യണം? കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് കമ്പനിയിലേക്ക് കൊടുക്കണം ആ പൈസ. നമ്മുടെ ഡെലിവറിയോ ബ്ലൂ ഡാർട്ടോ ഏത് വേണോ കമ്പനി ആ ഒരു കമ്പനിയിൽ കൊടുക്കുന്നു. ആ കമ്പനി എന്ത് ചെയ്യും? അവരുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഓവറോൾ നമുക്കൊരു 7 ഡേയ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. നമുക്കൊരു പ്രൊഡക്റ്റ് ഡെലിവറി ആവണമെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 ദിവസം ഉണ്ടാവും. 5 ദിവസം കൂട്ടിക്കോ, 5 ദിവസം ഉണ്ടാവും. സോ ഈ 5ാമത്തെ ദിവസം നമുക്ക് ഡെലിവറി ആയി വിചാരിച്ചു. 5ാമത്തെ ദിവസം നമുക്ക് ഡെലിവറി ആയി കഴിഞ്ഞാൽ ഈ ഡെലിവറി ബോയ്, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ റിപ്പീറ്റ്, ഡെലിവറി ബോയ് എന്ത് ചെയ്യണം? ആ പൈസ ആ ഒരു ഹബ്ബ് കൊടുക്കണം, അതായത് ലോജിസ്റ്റിക്സ് ഹബ്ബിൽ കൊടുക്കണം. അവരെന്ത് ചെയ്യും? അവരുടെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതെല്ലാം കൂടി 2 ദിവസം കൂട്ടിക്കോ. സോ 5 + 2 7 ദിവസമായി. മിനിമം 7 ദിവസം നിങ്ങൾ കാത്തു നിൽക്കണം ആ പൈസ നിങ്ങളെ അക്കൗണ്ടിൽ റിട്ടേൺ വരണമെന്നുണ്ടെങ്കിൽ. സോ നിങ്ങളിവിടെ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ 1000 രൂപയ്ക്ക് ചിലപ്പോൾ 500 രൂപ 1000 രൂപ നിങ്ങൾ തിരിച്ച് റിട്ടേൺ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് കയറുന്നുണ്ടെങ്കിൽ 7ാമത്തെ ദിവസമോ 8ാമത്തെ ദിവസമോ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് 1ാമത്തെ ദിവസം നിങ്ങൾക്ക് ആഡ് റൺ ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല. 2ാമത്തെ ദിവസം റൺ ചെയ്യണം, 3ാമത്തെ ദിവസം റൺ ചെയ്യണം, 4ാമത്തെ ദിവസം റൺ ചെയ്യണം. സോ അത് കണ്ടിന്യൂ ആവണം. ആ ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് ഡെഡ് ആവുന്നവരെ നിങ്ങൾ റൺ ആക്കണം. സോ അതിന് നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ വേണം. സോ ക്യാഷ് ഫ്ലോ ഇല്ലാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ദിസ് ഈസ് ഇന്ത്യൻ മാർക്കറ്റ്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് അത് മാത്രമല്ല വേറെ ഒന്ന് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡെലിവറി പെർസെൻറ്റേജ് ആണ്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു 10 ഓർഡർ, സോ ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് 10 ഓർഡറാണ്. സോ ഈ 10 ഓർഡർ നിങ്ങൾക്ക് ഡെലിവർ ആവണമെന്നില്ല. ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരുപാട് എക്സ്ക്യൂസ് ഉണ്ടാവും. ഡോർ സ്റ്റെപ്പ് എത്തുന്ന സമയത്ത് ചില കസ്റ്റമേഴ്സ് പറയും എനിക്ക് പ്രൊഡക്റ്റ് വേണ്ടെന്ന്. ചില കസ്റ്റമേഴ്സ് പറയും അത് മോനോ മോളോ അറിയാണ്ട് അടിച്ചു പോയതാണെന്ന്. ചില കസ്റ്റമേഴ്സ് പറയും ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി, എനിക്ക് ഇതിനെക്കാട്ടും ലാഭത്തിൽ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നൊക്കെ. ഓരോ കസ്റ്റമേഴ്സും അവരുടെ ഓരോ അഭിപ്രായങ്ങളായിരിക്കും പറയാം നമുക്ക് ക്യാൻസലേഷന് വേണ്ടിയിട്ട്. സോ 10 ഓർഡറിൽ ചിലപ്പോൾ 5 എണ്ണൊക്കെ ആയിരിക്കും ഇവിടെ ഡെലിവർ ആവുണ്ടാവുക. സോ വിച്ച് ഈസ് 50% ആയിരിക്കും നിങ്ങൾക്ക് ഡെലിവറി പെർസെന്റ് ആവുക. നോർമലി 50%, 60% ആയിരിക്കും. അല്ല, നോർമലി നിങ്ങൾക്ക് 40% ആയിരിക്കും ഡെലിവറി പെർസെന്റ് ആവുക. നിങ്ങൾ നല്ല സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50%, 70%, 80% ഒക്കെ ഡെലിവറി പെർസെന്റ് കിട്ടും. ബട്ട് ഒരിക്കലും നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി അല്ല ഡെലിവറി പെർസെന്റ്. ഈവൻ ആമസോണും ഫ്ലിപ്കാർട്ടും ഫേസ് ചെയ്യുന്നുണ്ട് 80-85 ഡെലിവറി പെർസെന്റ് ആമസോണൊക്കെ ഫേസ് ചെയ്യുന്നുള്ളൂ ഡെലിവറി പെർസെന്റ്. അപ്പം നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ, നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു ഡെലിവറി പെർസെന്റ് ആവും. സോ നമ്മൾ അതിൽ നോക്കണം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ഓൺ ഡെലിവറി വേണ്ട. ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്ക് ഡെലിവർ ആയി, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വേണം നിങ്ങൾക്ക് ആ അക്കൗണ്ട് വീണ്ടും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ.
സോ അത്രത്തോളം ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സോ അത്രത്തോളം ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യണം വീണ്ടും ആ ഒരു എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ക്യാഷ് ഫ്ലോ കീപ്പ് ചെയ്യണം. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു ക്യാഷ് ഫ്ലോ കീപ്പ് ചെയ്യണം. സോ ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 2000 രൂപയ്ക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതേ രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ക്യാപിറ്റൽ, 5000 രൂപയാണോ 10,000 രൂപയാണോ എത്രത്തോളം ക്യാപിറ്റൽ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ ഇതേ കാൽക്കുലേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്യാഷ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഒരു 30,000 മിനിമം നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മെറ്റാഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മെറ്റാഡ്സ് നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 30,000 മുകളിലേക്കാണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ എങ്കിൽ. സോ 30,000 താഴെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു സ്റ്റാർട്ട്. അത് ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല. സോ ഒരുപാട് പേര് ഡൗട്ടായിരുന്നു 2000 രൂപയ്ക്ക് വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ റിച്ച് ആവാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ആ ഒരു ഡൗട്ട് ഞാൻ സോൾവ് ചെയ്തു. സോ ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് ഗുരൂസ് ഒക്കെ ഞാൻ പറയുന്നത് കണ്ടു, ഈ 2000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് അല്ലെ 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രോപ്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതൊക്കെ. ബട്ട് ആക്ച്വലി ദാറ്റ്സ് എ ഫേക്ക്, ദാറ്റ്സ് എ ലൈ. സോ ഇങ്ങനെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ. ഈ ഒരു ഡാറ്റ ഒരു ഗുരൂസും റിവീൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സോ അതും ഞാൻ തന്നെയായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ റിവീൽ ചെയ്യുന്നത്. അതും ഡെലിവറി പേഴ്സണൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മാൻഡറ്ററി ഡാറ്റ കേട്ടോ. ഡെലിവറി പേഴ്സണൽ ഇല്ലാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഡെലിവറി പേഴ്സണൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. സോ അതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതൊക്കെ മുമ്പോട്ട് പോവുക. സോ ഇങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് വരുന്നത്. കൂടുതൽ മനസ്സിലായി വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ PM ചെയ്താൽ മതി. സോ ഇൻസ്റ്റാഗ്രാം ഞാൻ യൂട്യൂബിൻ്റെ ബയോയിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.